എനിക്ക് നല്ല സന്തോഷമാണ്. മാതാവ് പറഞ്ഞതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു. വലിയവനായവൻ എനിക്ക് വേണ്ടി വലിയ കൃപകൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 26 വർഷം യുവതയുടെ പ്രഥമ മെത്രാനായി ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചു, ജനത്തെ അനുഗ്രഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു, ജനങ്ങളും എന്നെ സ്നേഹിച്ചു, അച്ഛന്മാരും സ്നേഹിച്ചു. പറ്റിയ ഒരു പിൻഗാമിയെ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അച്ഛൻ നന്നായിട്ട് ഞാൻ വിചാരിക്കുന്നത്. എനിക്കല്പം ഒരു വർഷം കൂടെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ എന്നെ രാജി കൊടുത്തതാണ്. കാരണം എനിക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവനന്തപുരം മനസ്സിലാക്കി അത് ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നെ വളർത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് ശേഖനക്കാർക്ക് നന്ദി പറയുന്നു കേട്ടോ. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം വളരെ പ്രത്യേകതകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിതാവിൻ്റെ ജന്മദിനം, ഒപ്പം തന്നെ പിതാവ് മെത്രാനെ അഭിഷേകം ചെയ്യപ്പെട്ടതും ഓഗസ്റ്റ് മാസത്തിലാണ് മനസ്സിലാക്കുന്നത്. പിതാവിൻ്റെ ഫീസ്റ്റും ഓഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോൾ ഒരു ജീവിതത്തിൽ നിർണായകമായിട്ടുള്ളൊരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുന്നതും ഓഗസ്റ്റ് മാസത്തിലാണ് എന്ന് തോന്നുന്നത്. ഇത് ഒരു ദൈവത്തിൻ്റെ വലിയ പരിപാലനയുടെ കണക്കാക്കലാണ്. വെളുത്തങ്ങാട് രൂപത ജന്മമല്ല, ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ജനുവരി ഓഗസ്റ്റിലാണ്. എൻ്റെ സ്വർഗീയ മധ്യസ്ഥ മിസ്റ്റർ ലോറൻസാണ്. അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് 10-ാം തീയതിയാണ്. എൻ്റെ ജന്മദിനം 31-ാം തീയതിയാണ്. അന്ന് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പുതിയ പിൻഗാമിയെ കിട്ടിയെന്നുള്ളതും വലിയ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഞാൻ ഒത്തിരി എന്ന് നന്ദി പറയാൻ കടപ്പെട്ടവരാണ്. ഞാനിപ്പോൾ വിരമിക്കുകയാണ്. ഇനി എന്നെ ശേഷിച്ചുള്ള കാലം ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് സാധിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതകാലത്ത് പ്രാർത്ഥനയിൽ വന്നുപോയിട്ടുള്ള കുറവുകൾ നികത്താൻ വേണ്ടിയിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആശംസകളും പിതാവേ. നല്ലൊരു വിസ്മൃതി ആശംസിക്കുന്നു. ജോർജ്.